പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് അങ്ങയെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ വലിയവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന, സ്തുതിയും സ്തോത്രമെല്ലാം അങ്ങേക്ക് പ്രസാദമുള്ള യാഗമായി തീരണമേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 141 ഗീതം, ലിറിക്സ് 141. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങൾ വാഴുന്ന സ്ത്രീയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിനു സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനായിരിക്കുന്നു, വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ എടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയെ സ്തോത്രത്തിനും മുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങളങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ. നിരവിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനില്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന. സർവശക്തി മഹാനുള്ള പിതാവേ, ഞാൻ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ തെറ്റിച്ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സന്തതികളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ സ്ഥലങ്ങളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ ചെയ്തകാരങ്ങളെ ഞങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, തങ്ങൾ വീടുകളേറ്റുവന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യർക്കാരുടെ വാക്കുപ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാനുള്ള പിതാവേ, നിലവിശനാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോട് നിന്നോട് സുബോധത്തോട് നടക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് ചെയ്യണമേ. ആമീൻ. കരുണയുള്ള കർത്താവേ, വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. ക്രിസ്തുവിൽ വിശ്വസിക്കുക ഏകമാർഗം, വഴിയും സത്യവും ജീവനുമാകുന്ന നിന്റെ പുത്രനിൽ കൂടി ഞങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തി തന്ന ഞങ്ങളെ ജനയിതാവാം ദൈവമേ, അവനുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് നിന്റെ വെളിച്ചത്തിൽ നടന്ന് നിന്നോടും ഞങ്ങളുടെ സഹോദരങ്ങളോടും കൂടെ സംസർഗത്തിൽ വളരുവാൻ കൃപ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനുള്ള ഏകദൈവമായ കാലാവസ്ഥ കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. ഒന്നാം പാഠം, പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. The first lesson for the Sunday morning is taken from the book of Exodus, chapter 14, verses 10 to 20. Exodus, chapter 14, verses 10 to 20. As Pharaoh approached, the Israelites looked up, and there were the Egyptians marching after them. They were terrified and cried out to the Lord. They said to Moses, "Was it because there were no graves in Egypt that you brought us to the desert to die? What have you done to us by bringing us out of Egypt? Didn't we say to you in Egypt, 'Leave us alone, let us serve the Egyptians'? It would have been better for us to serve the Egyptians than to die in the desert." Moses answered the people, "Do not be afraid, stand firm, and you will see the deliverance the Lord will bring to you today."
And the Egyptians you see today, you will never see again. The Lord will fight for you. You need only to be still. Then the Lord said to Moses, "Why are you crying to me? Tell the Israelites to move on. Raise your staff and stretch out your hand over the sea to divide the water so that the Israelites can go through the sea on dry ground. I will harden the hearts of the Egyptians so that they will go in after them. And I will gain glory through Pharaoh and all his army, through his chariots and his horsemen. The Egyptians will know that I am the Lord when I gain glory through Pharaoh, his chariots and his horsemen." Then the angel of God, who had been traveling in front of Israel's army, withdrew and went behind them. The pillar of cloud also moved from in front and stood behind them, coming between the armies of Egypt and Israel. Throughout the night, the cloud brought darkness to the one side and light to the other side, so neither went near the other all night long. Thanks be to God. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 116 സങ്കീർത്തനം, സാംസ് 116. 116. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാതനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. ജന്മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു, നിൻ്റെ ദാസനും നിൻ്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ചു. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിൻ്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. ഇതിനകത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 34 വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ കേൾപ്പിക്കും. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സ് 19 to 34. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി 20 അധിപതികളുടെ മുൻപിൽ നിർത്തി. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. പുരുഷാരും അവരെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചെറിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അടുത്ത രാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി ഉറക്കൊണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു.
അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇങ്ങനെ ഇവിടെ രണ്ടാം പാഠം വായിച്ച് അവസാനിക്കുന്നു. 3 വിശുദ്ധ യുവക്കന്മാരുടെ പാട്ട് ബെൻഡിക്കേറ്റ്, പേജ് നമ്പർ 48. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിവൃഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാലവും ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞ് ശീതവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലും മേഘമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെ എന്നും പോറ്റി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെന്ന് പോറ്റി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സസ്യവറകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. വെള്ളത്തിൽ ചരിക്കുന്ന ജന്തുക്കൾ സകലമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ സകല പറവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സകല മൃഗങ്ങളും കന്നാലുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പോറ്റി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാരുടെ ആത്മാക്കളും ദൈവമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അനിന്യാവസ്യാവും ഈശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പോറ്റി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെന്നും പോറ്റി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സസ് 1 to 7. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസനകളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 193-ാം കീർത്തനം, പിൻ നമ്പർ 193.
വിശ്വസിച്ചു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കോവിഡ്-19 ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മെ ഒരുക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നാം നമ്മുടെ ഭവനങ്ങളെ ഓർക്കണം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താവിഷയം ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഏക മാർഗം, ബിലീവിങ് ക്രൈസ്റ്റ് ദ വേ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ യേശു കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് വളരെ സങ്കുചിതമായിട്ടുള്ള പ്രസ്താവനയായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. ബിഷപ്പ് പൗലോസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പം, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ളത്. ഈ പുസ്തകത്തിൽ യേശുവിൻ്റെ വഴിയെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വഴി എന്ന് പറയുന്നത് അത് കുരിശിൻ്റെ വഴിയാണ്. യേശുവിൻ്റെ വഴി കഷ്ടതയുടെ വഴിയാണ്. യേശുവിൻ്റെ വഴി ത്യാഗത്തിൻ്റെ വഴിയാണ്. യേശുവിൻ്റെ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്. യേശുവിൻ്റെ വഴി മരണത്തിൻ്റെ വഴിയാണ്. യേശുവിൻ്റെ വഴി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തു മതത്തിൽ മാത്രമല്ല, ഇതര മതങ്ങളിലും ഇതര പ്രത്യയശാസ്ത്രങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല മാർഗം എവിടെ കണ്ടാലും അതിനെ ആദരിക്കുവാനും അതിനെ പിന്തുടരുവാനും സാധിക്കണം. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. വീണ്ടും ആവർത്തിച്ച് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. പക്ഷേ ശിഷ്യന്മാർ അത് മനസ്സിലാക്കിയില്ല. മനസ്സിലായില്ല എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യനാണ് തോമസ് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. തോമസ് അങ്ങനെ ചോദിച്ചതുകൊണ്ട് അതിനുത്തരമായിട്ട് യേശു കർത്താവ് പറയുകയാണ്, തോമസേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ അനേക പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പല മാർഗങ്ങളെക്കുറിച്ച്, പല വഴികളെക്കുറിച്ചൊക്കെയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവ് മാത്രമാണ് ശരിയായ വഴിയിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ തന്നെ വഴി, ഐ ആം ദ വേ. വഴിക്ക് ഓട്ടോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദം പുതിയ നിയമത്തിൽ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു മതത്തെ ദ വേ എന്ന് വിളിച്ചിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9 അധ്യായം 2 വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. യഹൂദ മതത്തിൽ നിന്നും വേർതിരിഞ്ഞ ക്രിസ്ത്യാനികളെ കുറിക്കുവാൻ വേണ്ടിയാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ച് അവർ നടക്കേണ്ടുന്നതായ വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 5 അധ്യായം 33 വാക്യത്തിൽ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചാക്കിയിരിക്കുന്ന എല്ലാ വഴികളും നടന്നുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ യഹോവ കൽപ്പിച്ചാക്കിയിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് യഹോവയാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവർ ശരിയായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവമായ യഹോവ അവരോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
സങ്കീർത്തനം 27:11 പറയുന്നുണ്ട്, യഹോവേ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. യഹൂദന്മാർക്ക് അവർ നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴി, ഐ ആം ദി വേ എന്ന് പറയുന്നത്. യേശു നമുക്ക് വഴി കാട്ടുന്നവൻ മാത്രമല്ല, യേശുവാണ് നമ്മുടെ വഴി എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ, ഐ ആം ദി ട്രൂത്ത്, ഞാൻ സത്യമാണ്, ഞാൻ തന്നെ സത്യം. യേശു പറഞ്ഞു, ഞാൻ ആകുന്നു സത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ 68-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാവീദ് പറയുകയാണ്, യഹോവേ നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കുമെന്ന് പറഞ്ഞത്. യഹോവേ നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. പ്രിയമുള്ളവരെ, അനേക ആളുകൾ നമ്മളോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരാരും തന്നെ സത്യത്തിൻ്റെ യഥാർത്ഥമായ മാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ആയിട്ടില്ല. നമ്മറിയാം, നമ്മുടെ ആരാധന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സത്യമായി ക്രിസ്തുവിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ വചനം കേൾപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ആ സത്യത്തെ സ്വീകരിപ്പാൻ, ആ സത്യത്തെ അംഗീകരിപ്പാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിൽക്കും സാധ്യമായി തീരണം. അവസാനമായിട്ട് യേശു കർത്താവ് പറയണം, ഐ ആം ദി ലൈഫ്, ഞാൻ തന്നെ ജീവൻ എന്നുള്ള ചിന്തയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവുമാകുന്നു, പ്രബോധനത്തിൻ്റെ ശാസ്ത്രങ്ങൾ ജീവൻ്റെ മാർഗമാകുന്നു എന്ന് പറയുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 10:17 പ്രബോധനം പ്രമാണിക്കുന്ന ജീവൻ്റെ മാർഗത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രബോധനം പ്രമാണിക്കുന്നവർ ജീവൻ്റെ മാർഗത്തിലിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കണം. ഐ ആം ദി വേ, ഐ ആം ദി ട്രൂത്ത്, ഐ ആം ദി ലൈഫ്. കർത്താവ് ജീവൻ്റെ മാർഗം നമുക്ക് കാണിച്ചു തന്നിരിക്കുക. ഒരിക്കൽ സത്യസായി ബാബ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല ക്രിസ്ത്യാനിയായി തീരുവാൻ സാധിക്കണം. നിങ്ങളൊരു ഹിന്ദുവാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഹിന്ദുവായിരിക്കുവാൻ സാധിക്കുക. നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ അതിൽ ഏറ്റവും നല്ല മുസ്ലിമായി തീരുവാൻ സാധിക്കുക. കർത്താവ് പറഞ്ഞതുപോലെ, പിതാവിനെ കാണുവാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തോമസിനോട് പറയുന്നത്, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവമായ യഹോവയിലേക്കുള്ള ഒരു യാത്രയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു എമൂസിലേക്ക് പോയ വാടിയ മുഖത്തോട് യാത്ര ചെയ്ത പ്രിയപ്പെട്ടവരെക്കുറിച്ച്. പക്ഷേ ഈ യാത്ര യഥാർത്ഥമായ ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ്. ആ ക്രിസ്തു നമ്മോട് പറയുകയാണ്, യഥാർത്ഥമായിട്ടുള്ള വഴി ഞാനാണ്, യഥാർത്ഥമായ സത്യം ഞാനാണ്, യഥാർത്ഥമായ ജീവൻ ഞാനാണ്. അതുകൊണ്ട് ആ ക്രിസ്തു വിശ്വസിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. പേജ് നമ്പർ 55. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃജനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ദൈവത്തിനർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ കന്യകമറിയിൽ പതിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്ത് കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചിരുന്നു, പിന്നെ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ളതായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിതവരെയും മരിച്ചവരെയും നയിപ്പാൻ വരികയും ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശാലിക സഭയിലും വിശുദ്ധമായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുദ്ധാനത്തിലും നിത്യജീവനെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. മിസ് ഫെയ്ത്ത് ധോണി ഫിലിപ്പ്, മിസ്റ്റർ സൈറസ് എബ്രഹാം, മിസ്റ്റർ ജോർജ് ടി ചെറിയാൻ, മിസസ് റൂബ എലിസബത്ത് ജേക്കബ്, മിസ്റ്റർ ജിതിൻ ഡേവിഡ്, മിസ്റ്റർ ലുക്ക് എബ്ര അലക്സ്, മിസസ് റേച്ചൽ തോമസ്, മിസസ് ഷീജ വർഗീസ്, മിസസ് ആൻ ഓമൻ. നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. I
ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവം സമർപ്പിക്കുന്നു. COVID-19 കാലഘട്ടത്തിൽ നിന്റെ മക്കൾ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അധികം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടെ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടെ നൽകണമേ. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനം വിവേകം പ്രദാനം ചെയ്യണമേ. പ്രിയ മക്കളെ സർവോപരി നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ഈ ആഴ്ചയിൽ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുടെ പേരുകൾ വായിക്കുന്നു. മിസസ് ആൻഡ് മിസ്റ്റർ ജോസഫ് കോശി, മിസസ് ആൻഡ് മിസ്റ്റർ കുരുള ടി. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹവാർഷികം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങൾ സമർപ്പിക്കുക. നിന്റെ മക്കളായിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ അളവച്ച കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമേ. നിന്റെ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായ ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി എൻ്റെ പ്രിയൻ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചെയ്യണമേ. സന്തോഷകാലത്ത് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആത്മാർത്ഥയോടെ ജീവിക്കാൻ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. ഇനിയും നല്ലത് വരുവാനിക്കാൻ ഉത്തമമായ ബോധ്യം നൽകണമേ. സർവോപരി നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ക്രിസ്തുവിനായ സ്തോത്രം. അടിയങ്ങൾ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വരുന്നു. കൃപയുണ്ടാകണമേ. അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അടിയങ്ങളുടെ കുറവുകളും ബലഹീനതകളും ക്ഷമിച്ച് ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കേട്ട് ഉത്തരം നൽകുന്നതിനായി സ്തോത്രം. ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിയാൽ കഷ്ടപ്പെടുമ്പോൾ ഏഴകളായ അടിയങ്ങളെ അവിടുത്തെ ശക്തിയുള്ള സംരക്ഷണയാൽ ഇന്നും എന്നും ശരീരത്തിലും ആത്മാവിലും കാത്തുപാലിക്കുന്നതിനായി സ്തോത്രം. ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും സകല വിധത്തിലും അവസ്ഥയിലുമുള്ള മാനവജാതിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ യുവജന സഖ്യം, സ്ത്രീജന സഖ്യം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഖനികളിലും അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആശുപത്രികൾക്കും ആതുരശാലകൾക്കും അവിടെ സേവനം ചെയ്യുന്നവർക്കും അവിടെയുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരുണയുള്ള സംരക്ഷണയിലും കാവലിലും കാത്തുകൊള്ളുന്നതിനായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് അടിയങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ സഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന നമ്മുടെ ഹൈദരാബാദ് CSI സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ സന്തോഷ് അച്ഛനും കുടുംബത്തിനും വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
സഭയിലെ മറ്റെല്ലാ പ്രവർത്തകർക്കും, എല്ലാ സംഘടനകൾക്ക് വേണ്ടിയും, എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയും അവരുടെ എല്ലാവരുടെയും പ്രവർത്തനം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ പണിയുടെ നടത്തിപ്പിനായി ദൈവകൃപ കൂടെ ഇരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും ആവശ്യങ്ങളെയും അറിഞ്ഞ് സകല നന്മയിലും ബലപ്പെടുത്തി കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ തിരുസന്നിധിയിൽ വെച്ച സകല അപേക്ഷകളെയും ഓർത്തുകൊണ്ട് രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ദൈവജനത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയും ലോകത്തിൽ അവരുടെ സേവനത്തിനും സൗഖ്യത്തിനും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ നന്മയും ശക്തിയും ഘോഷിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് സകല ദോഷത്തിൽ നിന്നും വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. എപ്പോഴും കരുണയുള്ളവനും ക്ഷമിക്കുന്നവനുമായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അവൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായുള്ള പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സുഹൃത്ത് പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ അറിഞ്ഞോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താവശ്യങ്ങൾ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ.